അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ അടി. ആടുതോമയുടെ സ്റ്റൈലിൽ മുണ്ടുപറിച്ചുള്ള അടി വരെ ഉണ്ടായി എന്നാണ് പലരും പറയുന്നത്. തെക്കൻ കേരളത്തിലെ കുട്ടി കോൺഗ്രസുകാരാണ് തമ്മിൽ തല്ലി നാണം കെട്ടത്. സംഭവം നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഒരു പഠന ക്യാമ്പിനിടെയാണ്. ശനിയാഴ്ച രാത്രിയോടെ ക്യാമ്പിന് പുറത്തെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ KSU പ്രവർത്തകർ തമ്മിൽ തല്ലുകയായിരുന്നു. വാസ്തവത്തിൽ എന്തായിരുന്നു ഇവരുടെ പഠന ക്യാമ്പിന്റെ ഉദ്ദേശം? എതിരാളിയെ എങ്ങനെ തല്ലിത്തോൽപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള പഠന ക്യാമ്പാണോ ഇവർ നടത്തിയത്? അങ്ങനെയാണെങ്കിൽ പഠനത്തിന്റെ ഭാഗമായുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സായി ഇതിനെ കോൺഗ്രസുകാർക്ക് ന്യായീകരിക്കാം. എന്തായാലും സംഘർഷത്തെ തുടർന്ന് ക്യാമ്പ് നിർത്തിവെക്കാൻ KPCC നേതൃത്വം നിർദ്ദേശം നൽകി. അതുമാത്രമല്ല, ഈ അടിപിടിക്കിടെ പലരും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി. ഒരു വീഡിയോ ദൃശ്യം പോലും പുറത്തു പോകരുതെന്ന് മുകളിൽ നിന്ന് പ്രത്യേക നിർദ്ദേശവും നൽകി. അതുകൊണ്ട് തന്നെ വീഡിയോ പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ വീഡിയോയും അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ആശ്വാസത്തിൽ ഇരിക്കുകയാണ് KPCC. ക്യാമ്പിന് പുറത്തെ ചില വിഷയങ്ങൾ സംബന്ധിച്ച് നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് പ്രവർത്തകർ തമ്മിൽ അടിയുണ്ടായതെന്ന് ആണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സംഭവത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും വിവരമുണ്ട്. ഇയാൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും തമ്മിൽ തല്ലിയ കാര്യം പുറത്തറിയാതിരിക്കാൻ പാർട്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൽ പരാതിയൊന്നും നൽകാൻ അവരാരും തയ്യാറായിട്ടില്ല. പക്ഷേ എന്തു കാര്യം, സംഭവം നാട്ടിൽ പാട്ടായിട്ടുണ്ട്. ക്യാമ്പിൽ കയ്യാങ്കളി നടന്നു എന്ന കാര്യം KSU നേതൃത്വവും അംഗീകരിക്കുന്നുണ്ട്. അതിനവർക്ക് ഒരു മടിയുമില്ല. എന്നാൽ ആർക്കെങ്കിലും പരിക്കേറ്റോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതൊന്നും വ്യക്തമാക്കാൻ നേതൃത്വം തയ്യാറായിട്ടില്ല. എന്തായാലും പഠിച്ചതൊക്കെ മതി, പരിപാടി അവസാനിപ്പിച്ചേക്ക് എന്നാണ് KPCCയുടെ നിർദ്ദേശം. ഞായറാഴ്ച കൂടി ക്യാമ്പ് നടത്തി പ്രമേയം ഒക്കെ അവതരിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു പ്ലാൻ. എന്നാൽ പ്രവർത്തകർ പെട്ടെന്ന് തന്നെ പഠിച്ച് അടിച്ചു തീർത്തതുകൊണ്ട് ഇനി പ്രമേയമൊന്നും അവതരിപ്പിക്കേണ്ട കാര്യമല്ല. എന്തായാലും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC പ്രത്യേക കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരത്തേക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. വീഡിയോ ആരുടെയെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ കമ്മീഷന് കൊടുത്താൽ ഈ കാര്യങ്ങളൊക്കെ എളുപ്പമായേനെ. സംഭവം അറിഞ്ഞ ഉടനെ കൂട്ടത്തല്ലിനെ ട്രോളി SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. തെക്കൻ മേഖല ക്യാമ്പിന് ശേഷം വടക്കൻ മേഖല ക്യാമ്പ് നടത്താൻ പോകുന്ന പ്രമുഖ സംഘടനാ അധ്യക്ഷന്റെ ദൃശ്യങ്ങൾ നാസ പുറത്തുവിട്ടു എന്ന് പറഞ്ഞ ഒരു ചിത്രവും ഉൾപ്പെടെയാണ് ആർഷോയുടെ പോസ്റ്റിലുള്ളത്. ഇനി വടക്കൻ മേഖല ക്യാമ്പിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം. കൂട്ടത്തല്ല് ഉണ്ടാകാൻ കാരണം പ്രവർത്തകർ മദ്യലഹരിയിലായതുകൊണ്ടാണെന്ന പുതിയ വിവരവും പുറത്തു വരുന്നുണ്ട്. മദ്യപാനത്തിന് ശേഷം നടന്ന DJ പാർട്ടി അടിപിടിയിൽ കലാശിക്കുകയായിരുന്നു. ക്യാമ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ചില DCC ഭാരവാഹികളും അനുയായികളും ഇന്നോവ കാറിൽ മദ്യം വിളമ്പിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരും. പാർട്ടിയുടെ നിയന്ത്രണത്തിലല്ല ക്യാമ്പ് നടന്നതെന്നും ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നടന്നതെന്നും ആണ് നേതാക്കളുടെ പ്രതികരണം. അടിപിടിക്കിടെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജനൽ ചില്ലുകൾ ഭാരവാഹികൾ അടിച്ചു തകർത്തിട്ടുണ്ട് എന്നും പറയുന്നു. DJ പാർട്ടിയിൽ KSU സംസ്ഥാന അധ്യക്ഷൻ നൃത്തം ചെയ്ത വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. KPCC ക്യാമ്പ് നടത്തിയിട്ട് KPCC പ്രസിഡന്റ് ഡാൻസ് ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് ഗുരുതര അച്ചടക്ക ലംഘനമാണ്, പാർട്ടിക്ക് നാണക്കേടാണ് എന്ന് ഒരു അന്വേഷണ സമിതി അംഗം പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്.